ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. MAPCയുടെ MPC 003 പേഴ്സണാലിറ്റിയിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിഫൻസ് മെക്കാനിസം എന്നുള്ളത്. അത് അധികവും വന്നിട്ടുള്ളത് 3 മാർക്കിനാണ്. അതുപോലെ തന്നെ സൈക്കോ അനലിറ്റിക്കൽ തിയറിയുടെയുമായി ബന്ധപ്പെട്ടും നമുക്ക് ഇത് എഴുതേണ്ട ആവശ്യം വരാറുണ്ട്. നമ്മുടെ SLMൽ സൈക്കോ അനലിറ്റിക്കൽ തിയറിയിലെ ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒന്നാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്നുള്ളതും എത്ര ടൈപ്പ് ഡിഫൻസ് മെക്കാനിസം ഉണ്ട് അത് വിത്ത് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഡിഫൻസ് മെക്കാനിസം? എ ഡിഫൻസ് മെക്കാനിസം ഈസ് ദ മെൻ്റൽ പ്രോസസ് ഇനീഷ്യേറ്റഡ് അൺകോൺഷ്യസ്ലി ബൈ ദ മൈൻഡ് ടു അവോയ്ഡ് എക്സ്പീരിയൻസിങ് കോൺഫ്ലിക്റ്റ് ഓർ ആങ്സൈറ്റി. ഡിഫൻസ് മെക്കാനിസം ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് സ്വയം സംരക്ഷണ തന്ത്രം. നമുക്ക് ഒരുപാട് കോൺഫ്ലിക്ട്സും അതുപോലെ തന്നെ ഫിയേഴ്സൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെ ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് അൺകോൺഷ്യസ്ലി ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ദർ ആർ മെയിൻലി 9 ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം. ഒന്നാമത്തത് ഡിനയൽ, 2 റിപ്രഷൻ, റിഗ്രഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, ഇൻ്റലക്ച്വലൈസേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, സബ്ലിമേഷൻ. ഇത്രയൊക്കെയാണ് നമുക്ക് ഡിഫൻസ് മെക്കാനിസം ഉള്ളത്. ഇനി ഇവ ഓരോന്നും എന്താണ് എന്ന് നോക്കാം. ഒന്നാമതായി ഡിനയൽ. ഡിനയൽ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കുക. ഡിനയൽ എന്ന് പറഞ്ഞാൽ ഡിനൈസ് സോഴ്സ് ഓഫ് ആങ്സൈറ്റി എക്സിസ്റ്റ്. അതുമല്ലെങ്കിൽ ഡിനൈങ് ദാറ്റ് തിങ്സ് ഹാപ്പൻ ദ വേ ദേ ഡിഡ്. അതായത് ഒരു നടന്ന സംഭവം അത് റിയൽ അല്ല എന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ പറയുക. അതിനെയാണ് ഡിനയൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു എക്സാം എഴുതി, അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അയാൾ ഫെയിലായി. എന്നാൽ അയാൾ അത് അംഗീകരിക്കാതെ അയാൾ പറയുകയാണ്, ഇത് ശരിക്കുമുള്ള ഒരു റിസൾട്ട് ആയിരുന്നില്ല, ഇറ്റ് മസ്റ്റ് ബി എ മിസ്റ്റേക്ക്. ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തേന്ന് പറയുന്നത് റിപ്രഷൻ. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുക അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് തള്ളിവിടുക. കീപ്പിംഗ് അൺആക്സെപ്റ്റബിൾ തോട്ട് ഓർ ട്രോമാറ്റിക് ഈവൻറ്റ്സ് ബറീഡ് ഇൻ ദ അൺകോൺഷ്യസ്, അല്ലെങ്കിൽ ബാനിഷിംഗ് ദ ഓൾഡ് ആൻഡ് ബാഡ് മെമ്മറി ഓർ കറണ്ട് തിങ്സ്. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തോട്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടായ എന്തെങ്കിലും ട്രോമാറ്റിക് ഈവൻറ്റ്സോ അല്ലെങ്കിൽ നമ്മളുടെ ആരെങ്കിലും മരണപ്പെട്ടതോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് തള്ളിവിടുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സെക്ഷലി അബ്യൂസ് നേരിട്ട ഒരു പെൺകുട്ടിക്ക് അത് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അറിയാതെയോ നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ആ കാര്യത്തെ തള്ളിവിടും. ഇതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. 3 റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ മൂവിങ് ബാക്ക് ടു ആൻ ഏർലിയർ കംഫർട്ടിംഗ് ബിഹേവിയർ. നമുക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന ഏർലി ബിഹേവിയറിലേക്ക് തിരിച്ചു പോകുന്നതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ ഒരു യങ്ങർ ചൈൽഡും ഒരു എൽഡർ ചൈൽഡും ഉണ്ടെങ്കിൽ ചെറിയ കുട്ടിക്ക് കൂടുതൽ ശ്രദ്ധയും പരിഗണനയും എല്ലാം കിട്ടുന്നു എന്നറിയുമ്പോൾ നമ്മളുടെ മുതിർന്ന കുട്ടി കരയുവാനും അതുപോലെ തന്നെ ചെറിയ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് ബാക്കിയുള്ള ശ്രദ്ധ പിടിച്ചു പറ്റുവാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്, മൂവിങ് ബാക്ക് ടു ആൻ ഏർലിയർ സ്റ്റേജ്. ഇനി അടുത്തതായിട്ട് റിയാക്ഷൻ ഫോർമേഷൻ. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡൂയിങ് ഓർ തിങ്കിങ് ദ ഓപ്പോസിറ്റ്. അതായത് എക്സ്പ്രസിങ് ദ ഓപ്പോസിറ്റ് ഓഫ് ഹൗ റിയലി വൺ ഫീൽസ്. ഒരാൾക്ക് മറ്റൊരാളോട് എന്താണോ തോന്നുന്നത് അത് പ്രകടിപ്പിക്കാതെ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ എക്സസീവായിട്ട് പ്രകടിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ട്, പക്ഷേ ഇഷ്ടം പ്രകടിപ്പിക്കാതെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് അയാളോട് ദേഷ്യമാണെങ്കിൽ ഈ ഒരു കാര്യത്തിനെയാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഒരാൾക്ക് അവരുടെ ബോസിനോട് ഭയങ്കര ദേഷ്യമാണ്, എന്നാൽ അത് പ്രകടിപ്പിക്കാതെ വളരെ കൈൻഡായിട്ട് പെരുമാറുന്നു. ഇതും റിയാക്ഷൻ ഫോർമേഷന് ഒരു ഉദാഹരണമാണ്. ഇനി അടുത്തതായിട്ട് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അസ്ക്രൈബിങ് അൺവാണ്ടഡ് ഇമ്പൾസ് ടു സംവൺ എൽസ്. നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് നമ്മളെക്കുറിച്ചല്ല, മറ്റൊരാളാണ് അങ്ങനെ ഉള്ളത് എന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാൾ, ഞാനങ്ങനെ സെൽഫിഷായിട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല, അവനാണ് സെൽഫിഷായിട്ട് ചെയ്യുന്നത്, അവനാണ് എന്നെ മനസ്സിലാക്കാത്തത്, അങ്ങനെ പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്.
അവിഹിത ബന്ധങ്ങളുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ പറയുകയാണ് അവൾക്കാണ് അവിഹിതമുള്ളത്, അവളാണ് അങ്ങനെ ചെയ്തത്. ഇതും പ്രൊജക്ഷന് ഒരു ഉദാഹരണമാണ്. ആറാമതായി റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് എ റാഷണൽ എക്സ്പ്ലനേഷൻ ഫോർ സംതിങ് യു ഹാവ് ഡൺ റോങ്. അതായത് ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു, അതിന് എന്തെങ്കിലും റാഷണൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ MBBSന് വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻട്രൻസ് എക്സാം അയാൾക്ക് കിട്ടിയില്ല. അപ്പോൾ അയാൾ പറയുകയാണ് അല്ലെങ്കിലും എൻട്രൻസ് കിട്ടാതെ നന്നായി, ഇവിടെ നാട്ടിൽ കുറേ MBBS ഡോക്ടർമാർ തന്നെയുള്ളൂ, നമുക്ക് കിട്ടാത്തത് നന്നായി എന്ന രീതിയിൽ പറയുക. ഏഴാമതായി ഇൻ്റലക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഇൻ്റലക്ച്വലി ബിഹേവ് ചെയ്യുക. അതായത് ടേൺ ദ ഫീലിങ്സ് ഇൻ ടു എ തോട്ട്. നമുക്കുണ്ടാകുന്ന ഫീലിങ്ങിന് പ്രാധാന്യം കൊടുക്കാതെ തോട്ടിന് പ്രാധാന്യം കൊടുക്കുക, ചിന്തിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് അയാളുടെ പാർട്ട്ണർക്ക് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിനുശേഷം അയാൾ ഫീലിങ്സിന് പ്രാധാന്യം കൊടുക്കാതെ, അയാൾ സങ്കടപ്പെട്ട് വളരെ ഗ്ലൂമി ആയിട്ട് നിൽക്കാതെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ട് പുതിയ മെഡിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആ രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അത് പരിഹരിക്കുവാനുമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എട്ടാമതായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ്, മൂവിങ് ആൻ ഇമ്പൾസ് ഫ്രം വൺ ഒബ്ജക്റ്റ് ടു അനദർ. ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പൾസ് അത് ആ ഒരു ഒബ്ജക്റ്റിൽ കാണിക്കാതെ വേറൊരു ഒബ്ജക്റ്റിൽ കാണിക്കുക. അതായത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റാഫിന് തൻ്റെ ബോസിൽ നിന്നും വഴക്ക് കേൾക്കേണ്ടി വരുന്നു. അതുകൊണ്ടുണ്ടായ ദേഷ്യം അവിടെ പ്രകടിപ്പിക്കാതെ ആ സ്റ്റാഫ് തൻ്റെ വീട്ടിൽ പോയി തൻ്റെ പാർട്ട്ണറോടും അതുപോലെ തന്നെ മക്കളോടും അത് പ്രകടിപ്പിക്കുന്നു. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അവസാനമായിട്ട് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമിങ് ഇമ്പൾസസ് ഇൻറ്റു സംതിങ് കൺസ്ട്രക്റ്റീവ്, അല്ലെങ്കിൽ ചാനലിംഗ് വൺസ് ഫ്രസ്ട്രേഷൻ ടുവേർഡ്സ് എ ഡിഫറെൻറ്റ് ഗോൾ. നമുക്കുണ്ടാകുന്ന ഇമ്പൾസസ് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പേഴ്സൺ തൻ്റെ ദേഷ്യവും അതുപോലെ തന്നെ ഫ്രസ്ട്രേഷനും ഒക്കെ തീർക്കുന്നത് പഞ്ചഗുസ്തിയിലോ അതുപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടായാണെങ്കിൽ അത് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് യൂസ് ചെയ്തു എന്ന് പറയാം. അതുപോലെ തന്നെ സെക്ഷൽ ഏർജസ് ഉള്ള ആൾക്കാർ അവരുടെ സെക്ഷൽ ഏർജസ് ഒക്കെ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് പോയമായിട്ടോ അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ടോ ചിത്രങ്ങളായിട്ടോ വരക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ SLM ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.